മധുഹത്തിന് വേണ്ടി ആളുകൾ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. നമ്മുടെ വേങ്ങരക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മധുഹൂത്ത് അങ്ങനെ വേങ്ങരയിൽ എത്തി മക്കളെ. അതും സൗദിയിൽ ഏകദേശം 25 വർഷത്തോളം അടക്കി വരച്ച ഒരു മധുഹൂത്ത് മാസ്റ്റർ. ബൈത്തുൽ മധുഹൂത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ മധുഹൂത്ത് മാസ്റ്റർ. മൂപ്പര് വിചാരിക്കണ പോലെയല്ല, ആള് വേറെ ലെവൽ. സൗദിയിൽ ഉപയോഗിക്കുന്ന അതേ മസാല വെച്ചാണ് ഇവര് മധുഹൂത്ത് ഉണ്ടാക്കുന്നത്. മധുഹൂത്ത് കുക്കറിന് ഇങ്ങനെ വലിയ പാത്രത്തിലേക്ക് നല്ല ചൂടോടെ കൊട്ടി ഒന്നങ്ങോട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് മക്കളെ. മധുഹൂത്ത് കഴിക്കുമ്പോൾ എപ്പോഴും ആ ചൂടോട് കഴിക്കാൻ നോക്കുക. ഇനി പാർസൽ സൗകര്യം നോക്കുകയാണെങ്കിൽ അതുണ്ട് കേട്ടോ. ഒരു ഉച്ചമുക്കാൽ മുതൽ രാത്രി വരെ മധുഹൂത്ത് അവൈലബിൾ ആണ്. ഒരു സഹോദര സ്ഥാപനം ആയതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തുള്ളൂ. ഇതിന്റെ സൈഡായിട്ട് സൽത്തയുണ്ട്, അതുപോലെ മയോണൈസും ഉണ്ട് കേട്ടോ. പൊതുവെ മധുഹൂത്തിന്റെ കൂടെ മയോണൈസ് എവിടെയും കാണാറില്ല. ബട്ട് മയോണൈസ് ലവേഴ്സിന് ഇതൊരു സംഭവം തന്നെ ആയിരിക്കും. ഏതായാലും ചൂട് ചോറും ചിക്കനൊക്കെ നമ്മുടെ പ്ലേറ്റിലോട്ട് തട്ടി എടുക്കുമ്പോൾ തന്നെ അറിയാം ചിക്കന്റെ സോഫ്റ്റ്നെസ്. എന്റെ മോനൊരു രക്ഷയില്ല. നല്ല കിണ്ണും കാച്ച സ്മെല്ലും നല്ല ആവി പറക്കണ സാധനം. സൈഡായിട്ട് നമ്മുടെ കട്ടിയുള്ള സൽത്ത ഒഴിച്ച് കുറച്ച് മയോണൈസും കൂടി ഒഴിച്ചു. ചിക്കനൊക്കെ മെല്ലെ അങ്ങോട്ട് തൊട്ട് കൊടുത്താൽ മതി. എല്ലാം ഇപ്പോൾ ഒരു അത്രയും സോഫ്റ്റ് ആണ് ഇവിടുത്തെ സാധനം. മധുഹൂത്തിൽ ആ ചിക്കന്റെ പീസ് എന്റെ മോൻ അത് ശരിക്കും നമ്മൾ അങ്ങോട്ട് അലിഞ്ഞ് എവിടേക്കോ കൊണ്ടുപോകും. ഒരു ചിക്കന്റെ പീസും കുറച്ച് സ്ഥലത്തെയും കുറച്ച് മയോണൈസ് ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അടിച്ചു നോക്കി എന്റെ മോന് രക്ഷയിലേക്ക് ഇടുക്കാച്ച് കെറുമാണി ജിഞ്ചിന്നാക്കടി പൊളപ്പനായിട്ടാണ് മക്കളെ. ഇവിടുത്തെ സ്ഥലത്തൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതിങ്ങനെ കൂട്ടി അടിക്കണം, അതാണ് അതിന്റെ ഒരു ലൈൻ. ഒരു പക്ക സൗദി സ്റ്റൈൽ മധുഹൂത്ത് മസ്റ്റ് ട്രൈ. എന്തായാലും ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സത്യം പറയാലോ, കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇട്ടുകൊണ്ട് നിൽക്കും ഒരു മടുക്കാത്ത മൊത്തത്തിൽ. അപ്പൊ മധുഹൂത്തിന്റെ സ്പോട്ട് മറക്കണ്ട. വേങ്ങര നമ്മുടെ പത്തുമൂച്ചി ചെറ്റിപ്പുറത്തിന് ഇടയിലുള്ള ബൈത്തുൽ മധുഹൂത്ത്.